നമസ്തേ മാന്യമിത്രങ്ങളെ. ഇന്ന് വളരെയേറെ ആളുകളെ ചിന്തിപ്പിക്കുന്നതും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾക്കൊന്ന് അറിയാൻ ശ്രമിച്ചാലോ? മാനസികമായ സംഘർഷം. അതുമല്ല എങ്കിൽ ഒരു വിഷമഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പതറിപ്പോവുക, പകച്ചു പോവുക, പലതരത്തിലുള്ള തെറ്റായ ചിന്തകളാൽ, ആശങ്കകളാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുക. ആരോടൊന്ന് ചോദിക്കും? ഒരുപക്ഷെ ചോദിക്കുവാനോ അഭിപ്രായം ആരായുവാനോ പറ്റിയ വിഷമമല്ല എങ്കിൽ ആകെപ്പെട്ടു. പിന്നെ എന്ത് ചെയ്യും? ഇനിയും തൻ്റെ സംഘർഷമൊന്ന് ഇറക്കി വെക്കണമെങ്കിൽ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയോടാകണം അത് ഇറക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ അയാളോടായിരിക്കണം ഷെയർ ചെയ്യേണ്ടത്. അത്തരം വ്യക്തികളോട് എല്ലാ വിഷയങ്ങളും എപ്പോഴും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരല്പ സംശയമാണ് താനും. കാരണം നമ്മുടെ മനസ്സിനെ 100% അതേ രീതിയിൽ തന്നെ മറ്റാരെങ്കിലും മനസ്സിലാക്കുമെന്ന് ധരിക്കുന്നത് എപ്പോഴും ഒന്നും വിജയിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഉള്ളിൽ തന്നെ കിടന്ന് ഇതിങ്ങനെ ഉമിത്തി കണക്കി പുകയും. പല വിഷമഘട്ടങ്ങളും, അതും ക്ഷിപ്രമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണെങ്കിൽ ഒരു രക്ഷയുമില്ല. ഇനിയും യാതൊരു വകതിരിവുമില്ലാതെ, വിവേചന ബുദ്ധിയില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ നമ്മളെ സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് തന്നെ എത്തിക്കും. കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ വിദഗ്ധമായി മറ്റു പലരുടെ ചുമലിലേക്ക് വിട്ടുകൊടുക്കും. ഒരു കുടുംബത്തിലാണ് ഒരു പരാജയം സംഭവിച്ചെങ്കിൽ ഭാര്യ പറയും ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഭർത്താവ് പറയും ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ്, മകൻ പറയും മകളുടെ കുഴപ്പം കൊണ്ടാണ്, മകൾ പറയും മകൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ തന്നെ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളെ വിദഗ്ധമായി മറ്റു പലരുടെ ചുമലിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ഡീസൻ്റാണ്, എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റും സംഭവിച്ചില്ല എന്ന് ചമയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധം കാണുമേ, എന്നിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചു, ഞാൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആരോപണം മറ്റൊരാളിലേക്ക് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ബോധം നമ്മുടെ ഉൾമനസ്സിലുണ്ടാകും. ചുരുക്കത്തിൽ പലപ്പോഴും ജീവിതത്തിൽ സംഘർഷകരമായ തലത്തിലേക്ക് നമ്മൾ എത്താറുണ്ട്. ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാറുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ശാന്തമയമായ രീതിയിൽ കാര്യകാരണങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാൻ പരിശ്രമിച്ചാൽ എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമാകും, ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമാകും, അതുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അത് എനിക്കെതിരെ തന്നെ മാറും എന്നുള്ള ചിന്തകൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നിഷ്ക്രിയരായി മാറും. നമ്മൾ പ്രവർത്തിക്കേണ്ട തലത്തെയും പ്രവർത്തിപ്പിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും നമ്മൾ മറന്നുപോകും. ഇവിടെ നമ്മൾ സ്വയം വിസ്മരിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യമില്ലേ? എൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ശരിക്കും കാരണക്കാരൻ ആരാണ്? വേറെ ആരെങ്കിലുമാണോ? അല്ലേ അല്ല, ഞാൻ തന്നെയാണ്. എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന തലത്തിലേക്ക് ഞാൻ ഉയരുന്നുവെങ്കിൽ എൻ്റെ അന്തരാത്മാവിനെ ഞാൻ കൂടുതൽ പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതിൻ്റെ മാക്സിമം എഫർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അനേകം കഴിവുകളുള്ള, അളവിൽ കഴിഞ്ഞ കഴിവുകളുള്ള അനേക വ്യക്തിത്വങ്ങൾ ഒന്നും നേടാതെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറി മറയുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു കഴിവുമില്ലാത്തവൻ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതും കാണാം. ഇവിടെ ഉണ്ടാവേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. അവനവനെ പറ്റി തന്നെ വിശ്വാസമുണ്ടാകണം. എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ഞാനാണ്, ഞാൻ വിചാരിച്ചാൽ എനിക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. എൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ, പരാജയ ചിന്തകളാണ് പോസിറ്റീവ് ചിന്തകളെക്കാൾ കൂടുതൽ, നല്ല ചിന്തകളെക്കാൾ കൂടുതൽ പാഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ദൗർബല്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ശുദ്ധീകരിക്കേണ്ടതും ശക്തിമത്താക്കേണ്ടതും മറ്റാരെയുമല്ല, എൻ്റെ മനസ്സിനെയാണ്, എൻ്റെ മാനസികമായ എനർജിയാണ്, എൻ്റെ വിൽപ്പവറിനെയാണ്. എൻ്റെ വിൽപ്പവറിനെ, മാനസികമായ എനർജിയെ ഞാൻ പുഷ്ടിപ്പെടുത്തിയാൽ, ധൈര്യമുള്ളതാക്കിയാൽ, എന്തിനേയും നേരിടാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിച്ചാൽ, എനിക്കെന്തും ആർജിക്കാൻ കഴിയുമെന്നുള്ള ദൃഢവിശ്വാസം ഞാൻ കരഗതമാക്കിയാൽ
എനിക്ക് നേടാൻ കഴിയാത്തതായി ഈ വിശ്വപ്രകൃതിയിൽ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ളവർ മാത്രമേ ഈ വിശ്വപ്രകൃതിയിൽ ജയിച്ചിട്ടുള്ളൂ. അവരെ മാത്രമേ ലോകം ആദരിച്ചിട്ടുള്ളൂ. അതാരുമായിക്കോട്ടെ, ബിസിനസ് ലോകത്താകട്ടെ, അല്ലെങ്കിൽ ടെക്നോളജിയിലാകട്ടെ, അല്ലെങ്കിൽ ശാസ്ത്ര മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആധ്യാത്മിക മേഖലയിലായിക്കോട്ടെ, ഏതു മേഖല നിങ്ങൾ പരിശ്രമിച്ചാലും സ്വന്തം കഴിവിനെ, ആത്മചൈതന്യത്തിനെ യഥാരീതി ദ്യോതിപ്പിച്ചവൻ, പ്രവർത്തിപ്പിച്ചവൻ, ഉത്തേജിപ്പിച്ചവൻ മാത്രമേ വിജയത്തെ കൊയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്കും ആ മാർഗം സ്വീകരിക്കാം. പരാജയപ്പെടേണ്ടവളല്ല, പരാജയപ്പെടേണ്ടവനല്ല ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്തും നേടാം. കാരണം എൻ്റെ ഹൃദയത്തിൽ സദാ വർത്തിക്കുന്നത് സർവേശ്വരൻ്റെ സാന്നിധ്യമാണ്. സാധാ സാന്നിധ്യമല്ല, ദിവ്യമായ സാന്നിധ്യം. എന്തു ഞാൻ ആഗ്രഹിച്ചാലും, ധാർമ്മികമായ ഏതു ചിന്തയിലൂടെ ഞാൻ പ്രവർത്തിച്ചാലും പരിപൂർണമായ വിജയത്തെ എന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഉത്തമമായ ശക്തി സ്രോതസ്സായി സർവേശ്വരൻ സർവദാ എന്നിൽ വർത്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലിരുന്ന് 1 മിനിറ്റിൽ 60 പ്രാവശ്യം ഇടിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ നാഡീനരമ്പുകളിലൂടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എനർജിയായി വർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസരം ഞാൻ പാഴാക്കരുത്. ഞാൻ അല്പമൊന്ന് പരിശ്രമിച്ചാൽ വിജയങ്ങളെ അനവധി എന്നിലേക്ക് എത്തിക്കാം. അതിന് ഞാൻ എന്ത് വേണം? എൻ്റെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം കളയണം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഭഗവാനാണ് പറഞ്ഞത്. ഭഗവത്ഗീതയിലാണ്. ആരോടാണ് പറഞ്ഞത്? അർജുനനോടാണ് പറഞ്ഞത്. ആരാണപ്പോൾ അർജുനൻ? ആർജവമുള്ളവനാരോ അവരെല്ലാം അർജുനൻ. തനിക്ക് എന്തെങ്കിലും നേടണം, തനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഈ ലോകത്തിൻ്റെ ശ്രദ്ധയെ മുഴുവൻ തന്നിലേക്ക് എത്തിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായി താൻ മാറണം, തനിക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നൊരുത്തൻ ചിന്തിച്ചാൽ നിസ്സംശയം അവനെ വിളിക്കാം അർജുന ബുദ്ധിയുള്ളവൻ. അങ്ങനെയുള്ള തലത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അർജുനൻ നിമിത്തീകൃത്യ ഭഗവാൻ വാസുദേവ ഉവാച എന്ന് ഋഷിപരമ്പരകൾ നമ്മളോട് പറഞ്ഞത്. ഭഗവത്ഗീതയെ പറ്റി മാനവരാശിയെ മുഴുവൻ ഉത്തേജിപ്പിക്കുവാൻ അർജുനനെ മാതൃകയാക്കിക്കൊണ്ട് ഭഗവാൻ തന്ന ദിവ്യമായ ജ്ഞാന ഔഷധമാണ്. അതുകൊണ്ട് എനിക്ക് വിജയം നേടണമെങ്കിൽ, ഭഗവാന്റെ ഭാഷയിൽ നിനക്ക് വിജയം നേടണമെങ്കിൽ നീ മറ്റൊന്നും ചെയ്യണ്ട. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വത്തോവുത്തിഷ്ഠപരം തപ. ഈ ശ്ലോകം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ 3-ാമത്തെ ശ്ലോകത്തിലാണ്. ഭഗവാന്റെ ആഗമനം തന്നെ, അല്ലെങ്കിൽ അർജുനനോടുള്ള ഉപദേശം തുടങ്ങുന്ന പ്രാരംഭ ശ്ലോകങ്ങളിൽ തന്നെ ഇത് കാണാൻ കഴിയും. ശക്തമായ രീതിയിലാണ് ഭഗവാൻ പറയുന്നത്. മൃദുസ്വരമൊന്നുമല്ല അവിടെ ഭഗവാൻ പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ ശക്തിക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ശ്ലോകം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ക്ലൈബ്യം സ്മഗമപാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വത്തോ ഉത്തിഷ്ഠപരം തപ. ക്ലൈബ്യം സ്മഗമപാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വത്തോ ഉത്തിഷ്ഠപരം തപ. എന്തിനും കഴിവുള്ളവനായ, ഏതു വിജയത്തെയും അല്ലെങ്കിൽ ഏതു ശത്രുക്കളെയും ഇല്ലാതാക്കാൻ കഴിയുന്നവനായ, കർമ്മമേഖലകളിലെ സർവ്വവിധമായ തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനായ പ്രിയ മിത്രമേ, നിന്നിലേക്ക് പരാജയം എത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ക്ഷുദ്രമായ നിന്റെ ഹൃദയ ദൗർബല്യമാണ്. നിന്നിൽ തന്നെ നിനക്കുള്ള വിശ്വാസമില്ലായ്മയാണ്. നീ ആരാണ്, നിന്റെ അപാരമായ കഴിവെന്താണ്, സാധ്യത എന്താണെന്നുള്ള നിന്റെ അജ്ഞതയാണ്. നിന്നെപ്പറ്റി നിനക്ക് തന്നെയുള്ള അജ്ഞതയാണ്. അതിനെ നീ ഉപേക്ഷിച്ചാൽ അനന്തമായ സാധ്യതകൾ നിന്നിൽ സർവ്വതായിരിക്കുന്നു. നീ വിചാരിച്ചാൽ അനന്ത വിഹായസിൽ പാറിപ്പറക്കാൻ കഴിയുന്നതും ലോകത്തെ മുഴുവൻ നിന്നിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവനുമാണ് നീ. അതിന് തക്ക ചൈതന്യത്താൽ സർവേശ്വരൻ നിന്നെ നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് അനാവശ്യമായ പരാജയ ചിന്തകളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ധാർമ്മിക ബോധത്തിൽ ചിന്തിച്ചുകൊണ്ട് അവനവൻ്റെ ധർമ്മത്തെയും കർമ്മത്തെയും മാത്രം പറ്റി ചിന്തിച്ചുകൊണ്ട് നേരായ മാർഗത്തിലൂടെ മറ്റുള്ളവന് ഒരു ദ്രോഹവും ചെയ്യാതെ സത്യധർമ്മ നീതിക്കനുസരിച്ചാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ, പ്രവർത്തിക്കുന്നതെങ്കിൽ വിജയം നിന്നോടൊപ്പം തന്നെ വരും. അങ്ങനെ വിജയശ്രീലാളിതനായി ചിരകാലം നീ വർത്തിക്കണമെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. ക്ഷുദ്രമായ
നിന്റെ ഹൃദയ ചിന്തകളെ ഞാൻ എന്ത് ചെയ്യും, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഒന്നും കഴിയില്ല, അല്ലെങ്കിൽ ഇതൊക്കെ മതിയേ, ഇത് തന്നെ ധാരാളം, അല്ലെങ്കിൽ എനിക്ക് വയ്യായേ ഇത്തിരി, ഇതേ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അവനവനെ തന്നെ ഇകഴ്ത്തുന്നതും നേടാൻ കഴിയാവുന്ന തലങ്ങളെ സ്വയം നമ്മൾ വലിച്ചെറിയുന്നതുമായ ആ തലത്തെ ഉപേക്ഷിച്ചാൽ, അവനവൻ തന്നെ ഒന്ന് പരിശ്രമിച്ചാൽ വിജയന്റെ മുമ്പിൽ വരും. വിജയം നേടുന്നവനാരോ അവൻ വിജയൻ, അല്ലെങ്കിൽ വിജയത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവനാരോ അവൻ വിജയൻ. അത് കേവലം മഹാഭാരതത്തിലെ കുന്തിമാതാവിൻ്റെ ഒരു മകനെ പറ്റി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വേദവ്യാസൻ കൊടുത്ത പേരല്ല. ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരുത്തനും അത് ആപ്ലിക്കബിളാണ്, സൂട്ടബിളാണ്. അതുകൊണ്ട് അനുയോജ്യമായ തലത്തിലേക്ക് എനിക്കും ആ പേര് അനുയോജ്യമാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഓരോ യുവത്വങ്ങളും ഓരോ വ്യക്തിത്വങ്ങളും വിജയത്തിലേക്കെത്തും. അതുകൊണ്ട് ഹൃദയ വ്യഥയെ ഇല്ലാതാക്കുവാൻ, മാനസികമായ പിരിമുറുക്കത്തെ ഇല്ലാതാക്കുവാൻ ഏറ്റവും നല്ലത് അവനവൻ്റെ ഉള്ളിലെ ബ്രഹ്മത്തെ, ഈശ്വര ചൈതന്യത്തെ അറിയൂ. എൻ്റെ കഴിവിനെപ്പറ്റി സ്വയം ബോധവാനാകൂ. അവനവൻ്റെ ഉൾമനസ്സിൻ്റെ വിശാലതയെയും കഴിവിനെയും യഥാരീതി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ. തീർച്ചയായും ആത്മസംഘർഷത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ രീതിയിൽ രക്ഷ നേടാം. വിജയിയായി നിങ്ങൾ മാറപ്പെടും. സംശയമുള്ളവർ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വിജയം ഉറപ്പ് തന്നെയാണ്. മറ്റു ശ്ലോകങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരിയോം.